ഈ ലോകത്തെ ഏറ്റവും നെറുകെട്ടവനെന്ന് ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ഫ്രോഡിന്റെ കൂടെ ഞാൻ ഇന്ന് എന്റെ അനിയത്തിയെ കണ്ടു. പറഞ്ഞില്ല നിന്നോട് ഹിമയുടെ പോക്ക് ശരിയല്ലെന്ന്? അവളെ ഞാൻ തടഞ്ഞപ്പോ നീയല്ലേ പോകാൻ അനുവദിച്ചത്? പോയിട്ട് അവൾ ഇവിടേക്ക് തിരിച്ചു വന്നോ? ഇവിടെ ഉണ്ടോ അവള്? ഉണ്ട്. കുറച്ചു മുമ്പ് തിരിച്ചു വന്നു. മോളി കാണും. മമ്മ അവളെ കയറൂരി വിട്ടാലും എന്റെ അനിയത്തിയെ ഞാൻ പിടിച്ചു കിട്ടും. അതെന്റെ ഉത്തരവാദിത്വം. എന്താ ചേച്ചി, എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ നാരുടെ കൂടെയാ പുറത്തു പോയത്? ഓ, ചേച്ചി ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണോ? അതേടി, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാ. എനിക്ക് നിന്റെ നാവിന്ന് തന്നെ കേൾക്കണം, നിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ആരാണെന്ന്. പറയടി, നിനക്കും അവനും തമ്മിൽ എന്താ ബന്ധം? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? വീണ്ടും ആ ജാനകിന്റെ എനിക്കെതിരെ അപവാദം പറഞ്ഞു വിട്ടിരിക്കുകയാണോ ചേച്ചി? ഇത് അപവാദമൊന്നും അല്ലടി, ആരും പറഞ്ഞതുമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നാണുണ്ടോടി നിനക്ക്? സ്വന്തം ചേച്ചിയുടെ ലൈഫ് തകർക്കാൻ നോക്കിയവരാണെന്ന് അറിഞ്ഞിട്ടും അവനുമായി കൂട്ടുകൂടി നടക്കാൻ. മുഖത്തേക്ക് നോക്കടി. നിന്റെ പ്രായം എത്രയാണെന്ന് അറിയോ നിനക്ക്? അവന്റെ പ്രായം അറിയോ? എന്തിന്റെ ഭ്രാന്താടി നിനക്ക്? ആ ക്രിമിനലിനെ അല്ലാതെ നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ ചങ്ങാത്തം കൂടാൻ? ക്രിമിനൽ സ്വഭാവം ഇപ്പൊ ചേച്ചിക്കാം. ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രായവും പക്വതയൊക്കെ എനിക്കുമായി. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നെ അതിന്ന് പിന്തിരിപ്പിക്കാന്ന് ചേച്ചി കരുതണ്ട. ചേച്ചി വേണ്ടി വന്ന നിന്റെ കൈയും കാലും കെട്ടി മുറിയിലും ചേച്ചി ഇത് കാണുന്നില്ലേ? എന്നെ വിടാൻ പറ. അവളെ വിട്. വിടാനാ പറഞ്ഞേ. ദേശാമേ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. അല്ലാതെ കയ്യാങ്കളിയൊന്നും ഇവിടെ വേണ്ട. അതിനിവിടെ ഞങ്ങളൊക്കെയുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഇവള് വീണ്ടും ആ കാട്ടുകഴുകിന്റെ അടുത്തേക്ക് പോയത്? എന്റെ മമ്മ, അവനെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയില്ല. എനിക്ക് അനുഭവം ഉള്ളോണ്ടാ ഞാൻ പറയുന്നത്. നമ്മുടെ ഹിമയെ അവൻ നശിപ്പിക്കും. ചേച്ചി അയാളെ നശിപ്പിച്ചോ? മൂന്നാറിൽ വെച്ച് ചേച്ചിയുടെ ഭർത്താവ് മദ്യപിച്ച് കൂത്താടിയതിന് അയാൾ എന്ത് പഴിച്ചു? സ്വന്തം ഭർത്താവ് കുടിച്ചു നശിച്ചതിന് ഒഴിച്ചു കൊടുത്ത ആളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളയാളെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ചേച്ചി അയാളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കും. എല്ലാം ഗൗതം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കപ്പൊ എന്നെക്കാളും വിശ്വാസം അവനെയാണല്ലേ? ഞാൻ അവനെ ഫോണിലൂടെ താക്കീത് ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് എന്റെ ചേച്ചി ഉപദ്രവിക്കരുതെന്ന് പറയാനല്ലേടി ഞാൻ അറിയാതെ എന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് നീ അവൻ ആദ്യമായിട്ട് വിളിച്ചത്? ആ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് അവൻ നിന്നെ ഇത്രയും മാറ്റിയെടുത്തെങ്കിൽ നീ ഓർത്തോ, ഈ പോക്ക് നിന്റെ നാശത്തിലേക്കാണ്.
ബീഹാറിൽ വെച്ച് ഞങ്ങളെ സഹായിച്ചു എന്നുള്ള കാര്യം മാത്രമല്ലേ അവൻ നിന്നോട് പറഞ്ഞുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് അവൻ നിന്റെ ചേച്ചിയെ വേട്ടയാടി പിടിക്കാൻ നോക്കിയത് അവൻ നിന്നോട് പറഞ്ഞോ? ശ്യാമേ, നീ ഇതൊന്നും എന്താ ഇതുവരെ ഞങ്ങളോട് പറയാതിരുന്നേ? അവൻ വീണ്ടും എങ്ങനെയാ നിന്റെ മുന്നിലെത്തിയത്? അവൻ ഇത്രയും കാലം എന്നോടുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു പപ്പ. എന്റെ നാശമാണ് അവൻ കൊതിക്കുന്നത്. അതൊക്കെ നിങ്ങളെ കൂടി അറിയിച്ച് എല്ലാവരെയും ഒരുമിച്ച് വിഷമത്തിലാക്കുന്ന എന്തിനാണെന്ന് വിചാരിച്ച ഞാനെല്ലാം എന്റെ മനസ്സിൽ തന്നെ അടക്കിയത്. എങ്ങനെയെങ്കിലും ഞാൻ തന്നെ അവനെ അകറ്റി നിർത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. എനിക്കതിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇവൾ അവന്റെ ഭാഗം ചേർന്ന് നിന്ന് ഞാൻ എന്ത് ചെയ്യും പപ്പ? ഇല്ല, ഇവൾ ഇനി അവനെ കാണില്ല. ഇനി അവനെ കണ്ടാല് നിന്റെ അവസാനമായിരിക്കും. നീ കേട്ടല്ലോ, മോളെ ഇനിയും പറക്കാൻ വിട്ടാല് അതോടെ തീരുമല്ല. ശ്യാമേ, നീ വാ, ഇത്രയും മതി. ഇതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ ബാക്കി പപ്പ നോക്കിക്കോളാം. ഹലോ, എന്താ സുനന്ദേ? ഞാനേ സ്റ്റേഷനിലോട്ട് പോകാൻ തുടങ്ങുക. പിന്നെ എവിടെയും ഒരു പാളിച്ചൊന്നും നമുക്ക് പറ്റിയിട്ടില്ലല്ലോ? ഇല്ല ഏട്ടാ, ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്താ? ചിലപ്പോ ഇത് നമുക്ക് പാരയാകാൻ ഇടയുണ്ട്. എന്താടി, വേഗം പറ. ഹിമയെ കാണാൻ വേണ്ടി ശ്യാമ ഇവിടെ വന്നിട്ടുണ്ട്. ഹിമയെ കാണാൻ വേണ്ടിയോ? അതെ, അവൾ ഏതോ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടൂന്നും പറഞ്ഞ് ശ്യാമ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ അവളുടെ പപ്പ വിളിച്ചോണ്ട് പോയിരിക്കുക. കുടുംബത്തെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിട്ടും അനിയത്തിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവൾ ഇടപെടുന്നുണ്ട് അല്ലേ? കൊള്ളാം. അതെ, ശ്യാമ ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ പദ്ധതിക്ക് കുഴപ്പമാവോ ഏട്ടാ? ഒരു ദോഷവുമില്ല, നമുക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ നീക്കങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാക്കാൻ ഒരു പണിയുണ്ട്. എന്താ ഏട്ടാ? നീ അത് ഭംഗിയായി അവതരിപ്പിച്ചാൽ നമ്മുടെ പ്ലാൻ 100% സക്സസ് ആയി തീരും. ഏട്ടൻ പറ, ഞാൻ ശ്രമിച്ചു നോക്കാം. സമ്മതിച്ചേട്ടാ. എന്നാലേ നീ അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലോട്ട് അങ്ങ് പോവാം. ശരി ഏട്ടാ. മോളെ, ദാ വെള്ളം. മോളെ, നീ ഇനിതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഹിമയ്ക്കും അവളുടെ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി അവര് സൂക്ഷിച്ചോളൂ. എന്നാലും അവൻ അവളെ സ്വാധീനിക്കാൻ ശ്രമിക്കും പപ്പ.
നീരാളിയാണവൻ. പകയുടെ പിടിവിടാത്ത നീരാളി. ഇനി അവര് കാണാതെ സംസാരിക്കാതിരുന്നാ പോരെ? അത് ഞാനും കൂടി ശ്രദ്ധിച്ചോളാം. മോളെ, മോളൊന്ന് സൂക്ഷിക്കണം. ഹിമയെ തടഞ്ഞതിന്റെ പേരില് അവന് നിന്നോട് വീണ്ടും പക തോന്നാം. അതല്ലേലും ഉണ്ട് പപ്പ. ഞാൻ പൂർണ്ണമായി അകറ്റിയെന്ന് തോന്നിയതുകൊണ്ടാ ഹിമയെ അവൻ വരുതിയിലാക്കിയത്. അവളെ ഉപയോഗിച്ച് എന്നോട് പകരം വീട്ടാൻ. ആലോചിക്കുമ്പോ വല്ലാത്തൊരവസ്ഥ തന്നെയാ. നമുക്ക് നോക്കാം മോളെ. നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയാല് നിന്റെ തമ്പി അങ്കിളിനോട് പറയാം. അദ്ദേഹം വലിയ സ്വാധീനവും പിടിപാടും ഒക്കെ ഉള്ള ആളല്ലേ. വേണ്ടി വന്നാല് നിയമപരമായിട്ട് നമുക്ക് അവനെ നേരിടാം. അയ്യോ, എന്റെ 5 പവന്റെ സ്വർണ്ണമാല കാണുന്നില്ല. നിങ്ങൾ കണ്ടോ എന്റെ മാല? മാലയോ? ഏത് മാല? ഓ, എന്റെ 5 പവന്റെ സ്വർണ്ണമാല ഞാൻ ആ ഡ്രോയറിൽ വെച്ചതാ. ഇപ്പൊ നോക്കിയപ്പോ കാണുന്നില്ല. അതവിടെ എങ്ങാനും കാണും. ഇവിടെ ആരെടുക്കാനാ? ആരും കൊണ്ടുപോകാതെ പിന്നെ ആവിയായി പോയ മനുഷ്യമാല. നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് സുനന്ദേ. നമ്മൾ പുറത്തു പോകുമ്പോ ഇട്ട മാലയാണോ? അല്ല, പുറത്തു പോകുമ്പോ ഈ മാല ഇടാൻ വേണ്ടി നേരത്തെ ഇട്ട മാല ഊരി വെച്ചതാ ഞാൻ. അതാ കാണാനില്ലാത്ത. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡ്രോയറിൽ തന്നെ ഞാനത് വെച്ചത്. ഡ്രോയർ ലോക്ക് ചെയ്തിരുന്നില്ലേ മമ്മ? ഇല്ല, അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടതുകൊണ്ട് വന്നിട്ട് മാറ്റി വെക്കാന്ന് ഞാൻ കരുതി. പുറത്തു പോകുമ്പോ ഹിമ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നീ എന്താ അവളെ സംശയിക്കാണോ? എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ മമ്മ എഴുതാപ്പുറം വായിക്കല്ലേ. ഹിമ ഇവിടെ ഇല്ലെങ്കിൽ വല്ല കള്ളനും കയറി കാണുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പുറത്തു നിന്ന് ഒരു കള്ളനും കയറാനിടയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവാനാ സാധ്യത. മമ്മയ്ക്ക് എന്നെയാണ് സംശയമെങ്കിൽ എന്നെ ചെക്ക് ചെയ്തു. എന്നിട്ട് വണ്ടിയിലോ ബാഗിലോ ഒക്കെ പോയി നോക്കിക്കോ. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്നെ എന്തിനാ സംശയിക്കുന്നേ? അല്ല, കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് മമ്മ പറയുമ്പോ ഞാനും അതിൽ പെടില്ലേ? ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലായതുകൊണ്ട് മമ്മ സ്വാഭാവികമായിട്ട് അവരെയും സംശയിച്ചു എന്ന് വരാം. അതേടി, നിന്റെ ആ ദരിദ്രവാസി കുടുംബത്തെ തന്നെയാ എനിക്ക് സംശയം. പക്ഷേ നീ അത് ചെയ്യൂന്ന് ഞാൻ പറയില്ല. കാരണം നീ ഇവിടുന്ന് പോയവളാ. എന്റെ സ്വർണമാല മോഷ്ടിച്ചത് നിന്റെ ഭർത്താവിന്റെ അമ്മയാ, ജാനകി. ശരത്തിന്റെ അമ്മയോ? അതെ, അവള് തന്നെയാ. മമ്മ, മമ്മയ്ക്ക് അവരോട് ദേഷ്യമുണ്ടെന്ന് കരുതി ഇങ്ങനൊന്നും പറയരുത്. മമ്മയും പപ്പയും കൂടി പുറത്തു പോയ നേരത്താ മാല അഴിച്ചു വെച്ചെന്ന് മമ്മ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ? പിന്നെങ്ങനെയാ 2 ദിവസമായിട്ട് ഇവിടെ ജോലിക്ക് വരാത്ത ശരത്തിന്റെ അമ്മയെ സംശയിക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞു അവൾ ഇവിടെ വന്നിട്ടില്ലാന്ന്? ഇന്നും അവൾ ഇവിടെ ജോലി ചെയ്തിട്ടാ പോയത്. അതാ ഞാൻ പറഞ്ഞത് കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ പപ്പയോട് ചോദിക്ക്. ഈ മമ്മ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ പപ്പ? ഞാൻ ഇപ്പോഴും ശരത്തിന്റെ അമ്മയെ കണ്ടിട്ടാണല്ലോ വന്നത്. ജാനകി ഇന്നിവിടെ ജോലിക്ക് വന്നു എന്നുള്ളത് സത്യമാ മോളെ. അമ്മ എവിടേക്കാ പോയത്? രാവിലെ ഇറങ്ങിയെന്ന് പ്രിയ പറഞ്ഞല്ലോ. ചിട്ടിയുടെ കാശ് കൊടുക്കാനും കറണ്ട് ബില്ല് അടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, അതിന് പോയത്. പക്ഷേ അമ്മ ഇവിടെ വന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയും? ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ പോയ കാര്യം വേറെ ആരോടെങ്കിലും പറയുവോടി? ഇതവള് കിട്ടുന്നത് അടിച്ചു മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാ. അവളെ കണ്ണുമടച്ച് വിശ്വസിച്ചതാ എന്റെ തെറ്റ്. പപ്പ, മമ്മ ഈ പറയുന്നതിൽ എന്തേലും കാര്യമുണ്ടോ? അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പയ്ക്കോ? ഞാൻ എന്താ മോളെ പറയാ? ജാനകിയെ വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാ ഞാനും നിന്റെ മമ്മയും കൂടി പുറത്തു പോയത്. ഞങ്ങള് വന്നു കയറുമ്പോ തന്നെ ജാനകി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആ സ്ഥിതിക്ക് നിന്റെ മമ്മ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്താ പറയേണ്ടത് മോളെ? എന്നുവെച്ചാ സാഹചര്യ തെളിവുകൾ ജാനകിക്ക് എതിരായതുകൊണ്ട് നിങ്ങൾ ഒന്നും പറയുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ജാനകിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ, അല്ലേ? മമ്മ ഒന്നുകൂടി എല്ലായിടും ഒന്ന് നോക്ക്.
എവിടെയെങ്കിലും മറന്നു വെച്ചതായിരിക്കും. ഒരു പാവ സ്ത്രീയെ വെറുതെ നമ്മൾ കള്ളിയാക്കാൻ പാടില്ല. ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല ശ്യാമേ. ജാനകി ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് പലതും കാണാതായിട്ടുണ്ട്. അതൊന്നും അത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് കാര്യമാക്കിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതെന്റെ 5 പവന്റെ പുതിയ മാലയാ. ഇല്ല, മമ്മ എന്ത് പറഞ്ഞാലും അവരെ ഞാൻ സംശയിക്കില്ല. ശരത്തിന്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും നീ അവർക്കൊപ്പമേ നിൽക്കത്തുള്ളെന്ന് എനിക്കറിയാവടി. നിന്റെയൊക്കെ കണ്ണിൽ ഞാനല്ലേ ഭീകരവാദി? ആയിക്കോ, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും കരുതിക്കോ. പക്ഷെ സത്യം എന്നെങ്കിലും പുറത്തു വരും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അന്നെങ്കിലും ഈ സുനന്ദയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ സുനന്ദ കളി തുടങ്ങിയിട്ടേയുള്ളൂ. ആ തള്ളിയെ രക്ഷിക്കാൻ നീ കുറച്ച് ബുദ്ധിമുട്ടും മോളെ. അമ്മ ഇനി ഇത് എടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ഇതിലുള്ളതൊക്കെ എടുത്ത് കഴുകിയിടാം. ഈശ്വര, എന്താ ഇത്? സ്വർണമാലയോ? ഇതെങ്ങനെ ഈ സഞ്ചി വന്നു? അമ്മേ, അമ്മേ, ഒന്നെങ്കി വന്നേ. എന്താടി? അമ്മ, ഈ മാല ഏതാ? ഇതെങ്ങനെ ഈ സഞ്ചിയിൽ വന്നത്? സഞ്ചിയിലോ? ഇത് സ്വർണമാലയാണല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഈ സഞ്ചിയിലുള്ളതൊക്കെ കഴുകിയിടാൻ എടുത്തപ്പോഴേ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാ. അതെങ്ങനെയാ? ഞാനറിയാതെ ഇത് എന്റെ സഞ്ചിക്കകത്ത് വരുന്നേ. അമ്മയെന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും അമ്മ ഇതും എടുത്തോണ്ടിന്ന് എവിടെയായിരുന്നു പോയേ? എടി, അത് ഞാൻ... അമ്മ എന്നോട് നേരത്തെ എന്തോ ഒളിക്കുന്നുണ്ടായിരുന്നു. എന്നോട് സത്യം പറയാമേ. അമ്മ അറിയാതെയാണ് ഈ മാല ഇതിനകത്ത് വന്നതെങ്കിൽ ഇതെന്തെങ്കിലും ചതിയായിരിക്കും. ഈശ്വര. അതെ അമ്മ. അല്ലെങ്കിൽ ഇത്രയും തൂക്കം വരുന്നൊരു സ്വർണമാല അമ്മയുടെ സഞ്ചിക്കകത്ത് വരില്ല. ഇത് അമ്മ വച്ചതല്ലെന്ന് ഉറപ്പല്ലേ? നീ എന്താടി അങ്ങനെ ചോദിക്കുന്നേ? ഞാനിത് എവിടെ നിന്ന് എടുത്തു വെക്കാന്? ഞാനിത് മോഷ്ടിച്ചോന്നാണോ നീ വിചാരിക്കുന്നത്? അയ്യോ അല്ല അമ്മ. അമ്മ അറിയാതെയാണ് ഇത് ഈ സഞ്ചിക്കകത്ത് വന്നതെങ്കിൽ അമ്മ സൂക്ഷിക്കണം. എത്രയും വേഗം ഇതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി ഇത് തിരിച്ചേൽപ്പിക്കണം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് കള്ളപ്പേരുണ്ടാവും. അമ്മ പോയത് എവിടെയാന്ന് പറ. നമുക്ക് ഇപ്പൊ തന്നെ ഇത് കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കണം. ഞാൻ പോയത് ശ്യാമയുടെ വീട്ടിലാ മോളെ. ശ്യാമേച്ചിയുടെ വീട്ടിലോ? എന്നിട്ട് ശ്യാമേച്ചി അങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ കാര്യം പറയാതിരുന്നേ? അത് അവള് വീട്ടിൽ പോന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. പിന്നീടല്ലേ അവള് പറഞ്ഞത്. എന്നാലും അമ്മ എന്തിനാ അവിടെ പോയ കാര്യം മറച്ചു വെച്ചത്? അത് പിന്നെ എന്നോട് ഇനി അവിടെ പോണ്ടെന്നല്ലേടി ശ്യാമ പറഞ്ഞത്. അതുകൊണ്ട് ശ്യാമേച്ചിയുടെ വാക്കിന് അമ്മ വില കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇനി പോവാതിരിക്കണം. അല്ലാതെ പോയിട്ട് അത് മറച്ചു വെക്കല്ല വേണ്ടത്. പറ്റിപ്പോയടി. ഇതെങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്നാലും ഇതാരായിരിക്കും ഇതിനകത്ത് വെച്ചത്? സത്യമായിട്ടും അമ്മയ്ക്ക് മനസ്സാ വാച അറിയാത്ത കാര്യം മോളെ ഇത്. നീ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ചതി പറ്റിയെന്നാ തോന്നുന്നത്. ആ സുനന്ദ ഇതും ഇതിലപ്പുറവും ചെയ്യും. ഇനി നമ്മൾ എന്താ ചെയ്യാ മോളെ? അമ്മ ഇത് അവിടുന്ന് മോഷ്ടിച്ചു എന്നാവും സുനന്ദ ഇനി പറയാൻ പോന്ന്. അമ്മ പേടിക്കണ്ട. നമുക്ക് ഈ കാര്യം ആദ്യം ശ്യാമേച്ചിയെ വിളിച്ചറിയിക്കാം. ശ്യാമേച്ചി അവിടേക്കാണല്ലോ പോയത്. ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം.